നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൻ്റെയും ഗോചര ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ പുതുവർഷം പിറക്കുമ്പോൾ രാശിചക്രത്തിൽ പ്രധാനമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ വേഴം, ശനി, രാഹു, കേതു ഇവയാണ്. ഓരോ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരുന്ന പുതുവർഷ ഫലമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഈ പുതുവർഷ ഫലം പൂർണ്ണമാകണമെങ്കിൽ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിലെ ദശാകാലത്തെ അപഹാരകാലം ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്താലേ ഈ ഫലം പൂർണ്ണമാവുകയുള്ളൂ. എന്നിരുന്നാലും ഗോചരപരമായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന സാമാന്യമായ ഈ മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശാഖം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിശാഖം നക്ഷത്രം, ഇവർക്ക് ഈ വിശാഖം നക്ഷത്രം 2 കൂറിലാണ് വരുന്നത്. ഒന്ന് തുലാക്കൂറും ഒന്ന് വൃശ്ചികക്കൂറുമാണ് വിശാഖം നക്ഷത്രങ്ങൾ വരുന്നത്. വിശാഖം 3/4 തുലാക്കൂറിലും വിശാഖം 1/4 വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. അപ്പം തുലാക്കൂറിൽ എന്താണ് ഫലമെന്ന് നോക്കാം. തുലാക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് വേഴം 9 ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ വേഴം 9 വരുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. പല കാര്യങ്ങളും ഇവർ വിചാരിച്ച കാര്യങ്ങൾ പലതും നടക്കും. ഭാഗ്യപരമായ നേട്ടങ്ങളുണ്ടാവും. കുറി, ലോട്ടറി, അതേപോലെ ധനപരമായ നേട്ടങ്ങൾ, ഇതെല്ലാം വേഴം 9 നിൽക്കുമ്പോൾ ഈ വിശാഖം നക്ഷത്രക്കാർക്ക്, തുലാക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ഇതെല്ലാം അനുഭവത്തിൽ വരുന്നതാണ് ഈ പുതുവർഷത്തിൽ. അതുകൂടാതെ 9 പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ പിതാവിൽ നിന്നും കിട്ടേണ്ട ഗുണങ്ങളും അല്ലെങ്കിൽ പിതാവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങളും പിതാവിൽ നിന്നും കിട്ടേണ്ട സ്വത്തുക്കളോ അല്ലെങ്കിൽ അതേപോലെ ധനപരമായ നേട്ടങ്ങളോ എല്ലാം ഈ വേഴം 9 നിന്നാൽ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം കിട്ടാവുന്നതാണ്. അതേപോലെ വൃശ്ചികക്കൂറുകാർക്ക് വേഴം 8 വരുന്നത്. 8 വേഴം അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ സ്ഥാനമാണ്. അപ്പൊ വേഴം അഷ്ടമത്തിൽ നിന്നാൽ വേഴം മറിഞ്ഞു എന്നാണ് അർത്ഥം. അതായത് ദൈവാധീനം കിട്ടില്ല. അപ്പം അതുകൊണ്ട് വേഴത്തെ കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് വേഴം 8 നിൽക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ശനി തുലാക്കൂറുകാർക്ക് 6 നിൽക്കുന്നത്. ശനി തുലാക്കൂറുകാർക്ക് ഗോചരപരമായിട്ട് 6 വരുന്നത്. അത് ഗുണം ചെയ്യും. 3, 6, 11 നിൽക്കുന്ന ശനി അല്ലെങ്കിൽ പാപഗ്രഹം ഗുണം ചെയ്യുന്നതാണ്. 6 എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ സ്ഥാനവും ശത്രുവിന്റെ സ്ഥാനവും രോഗത്തിന്റെ സ്ഥാനവും ശത്രുവിന്റെ സ്ഥാനവും തൊഴിലിന്റെ സ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ 6 നിൽക്കുന്ന ശനി തുലാക്കൂറുകാർക്ക് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് ശത്രുക്കളിൽ നിന്നും ജയമുണ്ടാവും. ശത്രുക്കളിൽ നിന്നും ധനലാഭമുണ്ടാവും. ശത്രുക്കളെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇവർക്ക് ശത്രുക്കളോടുള്ള ശത്രുവിജയം നേടാൻ സാധിക്കും. അതെല്ലാം ശനി തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് 6 നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് ശനി 5 വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ അത് സന്താന സ്ഥാനമാണ്. ഇപ്പൊ സന്താനങ്ങൾക്ക് ദോഷങ്ങളോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ഗുണമില്ലായ്മയോ സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങളോ ശനി 5 നിൽക്കുന്നത് കൊണ്ട് വരാവുന്നതാണ്. അപ്പൊ ശനി തുലാക്കൂറുകാർക്ക് 6 നിൽക്കുന്നത് ഗുണവും ശനി വൃശ്ചികക്കൂറുകാർക്ക് 5 നിൽക്കുന്നത് ദോഷവുമാണ്. അതേപോലെ തന്നെ രാഹു തുലാക്കൂറുകാർക്ക് 5 വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ സന്താന സ്ഥാനമാണ്. അപ്പൊ സന്താന സ്ഥാനത്ത് ദോഷമാണ് അവിടെ രാഹുവിനെ കൊണ്ട് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങളെ കൊണ്ട് മനോവിഷമങ്ങൾ ഉണ്ടാകാനും ഈ തുലാക്കൂറുകാർക്ക് രാഹു 5 നിൽക്കുമ്പോൾ സംഭവിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ വൃശ്ചികക്കുറുകാർക്ക് രാഹു 4-ലാണ് വരുന്നത്. ഈ 4 എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ്. അപ്പോൾ കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, കുടുംബസുഖമില്ലായ്മ, അതേപോലെ തന്നെ 4 മാതൃസ്ഥാനം കൂടിയാണ്. മാതൃപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും മാതാവിനോട് വിരോധമുണ്ടാകാനോ അല്ലെങ്കിൽ മാതാവിൽ നിന്നും വിരോധം ഏൽക്കാനോ ഈ സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ രാഹു തുലാക്കുറുകാർക്ക് 5-ലും വൃശ്ചികക്കുറുകാർക്ക് 4-ലും നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൂടാതെ കേതു തുലാക്കുറുകാർക്ക് 11-ലും വൃശ്ചികക്കുറുകാർക്ക് 10-ലുമാണ് നിൽക്കുന്നത്. കേതു 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. 11 എന്ന് പറഞ്ഞാൽ ശുഭസ്ഥാനമാണ്. പാപഗ്രഹങ്ങൾ 3, 6, 11-ൽ നിൽക്കുന്നത് ശുഭമാണ്, ശുഭത്തെ തരും. അപ്പോൾ തുലാക്കുറിൽ നിൽക്കുന്ന കേതു, തുലാക്കുറുകാർക്ക് 11-ൽ നിൽക്കുന്ന കേതു വരവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വരവ് കൂടുതലുണ്ടാവും. നേട്ടങ്ങൾ പലതും നേടാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയങ്ങളുണ്ടാവും. അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടാനും സാധിക്കും. ചെലവിനെക്കാട്ടും കൂടുതൽ വരവുണ്ടാവും. അപ്പം നേട്ടമല്ലേ അത്? ചെലവിനെക്കാട്ടും കൂടുതൽ വരവുണ്ടായാൽ അപ്പോൾ വരവ് കൂടുതലായിട്ടാണ് ഉണ്ടാകാൻ സാധ്യത. എന്നാൽ വൃശ്ചികക്കുറുകാർക്ക് കേതു 10-ലാണ് വരുന്നത്. 10-ൽ ദോഷസ്ഥാനമാണ്, 10 കർമ്മസ്ഥാനമാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നത് എപ്പോഴും ദോഷമായിട്ടാണ് വരാൻ സാധ്യത. പ്രവർത്തികളിലെ തടസ്സങ്ങൾ, കാര്യങ്ങളിൽ തടസ്സങ്ങൾ, ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഒരു തൃപ്തിയില്ലായ്മ, അതുകൂടാതെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന് മാർഗതടസ്സമായി പല കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് വന്നു ചേരും. അതെല്ലാം കേതു 10-ൽ നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പകുതി ദോഷവും പകുതി ഗുണവുമായിട്ടാണ് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പരിഹാരമായിട്ട് ഇവർ വിഷ്ണു പ്രീതി നേടുന്നത് നല്ലതാണ്. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, കൃഷ്ണക്ഷേത്രത്തിൽ കൃഷ്ണന് വഴിപാട് സമർപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ്. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താപ്രീതി നേടുന്നത് നല്ലതാണ്. ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, ശനീശ്വര പൂജ നടത്തുന്നതും വളരെ നല്ലതാണ്. അതുകൂടാതെ നാഗദൈവങ്ങൾക്ക് വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അനിഴ നക്ഷത്രം, ഇവർക്ക് വ്യാഴം 8-ൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ശനി 5-ലാണ് നിൽക്കുന്നത്, സന്താനഭാവത്ത്. രാഹു 4-ലാണ് നിൽക്കുന്നത്, അത് കുടുംബഭാഗത്ത്. കേതു 10-ലാണ് നിൽക്കുന്നത്, കർമ്മഭാഗത്ത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷ ഫലം എന്താണെന്ന് നോക്കാം. വ്യാഴം 8-ൽ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അഷ്ടമം ദോഷമാണ്, ആയുസ്സിൻ്റെ ഭാവമാണ്. അപ്പോൾ ആയുസ്സിൻ്റെ ഭാവത്ത് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ശുഭകരമല്ല. അപകടങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ അപകട ഭീതി ഉണ്ടാകാം. അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം മനസ്സിലുണ്ടാകും. അതുകൂടാതെ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ ദൈവാധീനം മറഞ്ഞിരിക്കുകയാണ്. ദൈവാധീനപരമായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അത് ഗുണം കിട്ടില്ല. അപ്പം അതിനുള്ള വഴിപാടുകൾ നടത്തിയാൽ ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കും. അപ്പം വ്യാഴം 8-ൽ നിൽക്കുന്നത് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. മറ്റൊന്ന് ശനി 5-ലാണെന്ന് പറഞ്ഞു. ശനി 5-ൽ നിൽക്കുന്നത് സന്താന ഭാവത്ത് ആണ്. അപ്പോൾ സന്താന ദോഷങ്ങൾ ഉണ്ടാകും. 5-ാം ഭാവം സന്താന ഭാവമാണ്. അപ്പോൾ സന്താന ഭാവത്ത് ദോഷങ്ങൾ കൂടുതൽ വരാനായിട്ട് സാധ്യത. സന്താനങ്ങളെ കൊണ്ട് നമ്മൾ മനക്ലേശം, അതായത് അനിഴ നക്ഷത്രക്കാർക്ക് ശനി 5-ൽ നിന്നാൽ സന്താനങ്ങളെ കൊണ്ട് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവില്ല, കോട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സന്താന ഭാവത്ത് 5-ൽ ശനി നിന്നാൽ നമുക്ക് ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഗുണമല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന് രാഹു 4-ലാണ് നിൽക്കുന്നത്. രാഹു എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ്, മാതൃസ്ഥാനം കൂടിയാണ്. കുടുംബസ്ഥാനം മാത്രമല്ല, മാതൃസ്ഥാനം കൂടിയാണ് 4. രാഹു 4-ൽ നിൽക്കുന്നത് കുടുംബകലഹം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്.
കുടുംബദോഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാതൃത്വപരമായിട്ട് മാതൃജനങ്ങൾക്ക് അല്ലെങ്കിൽ മാതാവിന് അരിഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജാതകനുമായി മാതാവ് തർക്കം വരാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കേതു 10-ലാണ് വരുന്നത്. കേതു 10-ൽ വരുന്നതും അത്ര നല്ലതല്ല. കർമ്മഭാഗത്താണ് കേതു വരുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ സ്ഥാനം, തൊഴിലിൻ്റെ സ്ഥാനം ഒക്കെയാണ്. അപ്പോൾ കാര്യ തടസ്സങ്ങൾ ഉണ്ടാകാം. എന്ത് കാര്യം ചെയ്താലും അവിടെ ഒരു തടസ്സത്തിൽ വന്ന് കലാശിക്കും. ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകും. ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ജോലി സംബന്ധമായ മനോവിഷമങ്ങൾ ഉണ്ടാവും. അപ്പോൾ കേതു 10-ൽ നിൽക്കുന്നത് അതും ദോഷമാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷം ഗുണകരമല്ല എന്നാണ് കാണുന്നത്. വേഴം 8-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലുമാണ് നിൽക്കുന്നത്. ഇതൊന്നും ഗുണകരമല്ല, ദോഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദോഷമായ കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുമ്പോൾ ആ ദോഷമാണെന്ന് തന്നെ പറയണം. അല്ലാതെ അവിടെ ഗുണപരമാണെന്ന് പറഞ്ഞ് നക്ഷത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ ജ്യോതിഷപരമായി സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്. ഇതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, വിഷ്ണുവിന് പൂജകൾ നടത്താം, അല്ലെങ്കിൽ വഴിപാടുകൾ നടത്താം, കൃഷ്ണന് വഴിപാട് നടത്താം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണന് അല്ലെങ്കിൽ വിഷ്ണുവിന് വെണ്ണ നിവേദിക്കാം, തുളസിമാല ചാർത്താം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം. ഇതെല്ലാം കൃഷ്ണനെയോ വിഷ്ണുവിനെയോ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വളരെയധികം നല്ലതാണ്. അതുകൂടാതെ ശാസ്താപ്രീതി നേടുന്നത് നല്ലതാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ. ശനീശ്വരനെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം, ശനീശ്വര പൂജ നടത്താം, ശനിയാഴ്ചകളിൽ എള്ളു നിവേദ്യം സമർപ്പിക്കാം. ഇതെല്ലാം ശാസ്താവിന് ചെയ്യാവുന്ന വഴിപാടുകളാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേഴം ഇവർക്ക് 8-ലാണ് നിൽക്കുന്നത്, അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ വേഴം നിന്നാൽ ആ ദൈവാധീനം കുറയും, അതാണ് കാണുന്നത്. അപ്പോൾ ദൈവികപരമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ അഷ്ടമത്തിൽ വേഴം നിൽക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ദൈവാധീന കുറവാണ് അവിടെ കൂടുതലും ഉണ്ടാകാൻ സാധിക്കുക. അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ദോഷാനുഭവത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. അതോടൊപ്പം ശനി 5-ലാണ് ഇവർക്ക് നിൽക്കുന്നത്. ശനി 5-ൽ നിൽക്കുന്നാൽ അതും ദോഷമാണ്. 5 എന്ന് പറഞ്ഞാൽ സന്താന തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശനി 5-ൽ നിന്നാൽ അതും ദോഷമാണ്. രാഹു 4-ലാണ് പിന്നെ നിൽക്കുന്നത്. രാഹു 4-ൽ നിൽക്കുന്നത്, 4 എന്ന് പറഞ്ഞ കുടുംബമാണ്, മാതൃസ്ഥാനം കൂടിയാണ്. അപ്പം 4-ൽ രാഹു നിന്നാൽ കുടുംബത്തിൽ തർക്കങ്ങളും തർക്കവിഷയങ്ങളും കുടുംബത്തിൽ കുടുംബസുഖമില്ലായ്മയും ഇതെല്ലാം 4-ലെ രാഹുവിനെ കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൂടാതെ മാതാവിൻ്റെ സ്ഥാനം കൂടി 4-ലുണ്ട്. അപ്പം 4 മാതാവിൻ്റെ സ്ഥാനത്ത് ചിന്തിച്ചാൽ മാതാവിന് ദുരിതങ്ങളും ദോഷങ്ങളും, അതുപോലെ ഈ നക്ഷത്രക്കാരന് മാതാവുമായിട്ട് തർക്കങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനക്ലേശങ്ങളോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊന്ന് കേതു 10-ലാണ് നിൽക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്, പ്രവൃത്തിയുടെ സ്ഥാനമാണ്. 10 ജോലിയുടെ സ്ഥാനമാണ്. അപ്പോൾ 10-ൽ കർമ്മഭാഗത്ത് കേതു നിന്നാൽ അവിടെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാവും, കാര്യ തടസ്സങ്ങൾ ഉണ്ടാവും. എന്ത് ചെയ്താലും അവിടെ ദോഷങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ 10-ലെ കേതു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരിക്കലും ഗുണത്തിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അവർക്ക് ഇവരെ സംബന്ധിച്ച് വേഴം 8-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും നിൽക്കുന്നത് മൊത്തത്തിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മലയാള പുതുവർഷ ഫലം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം അത്ര ഗുണകരമല്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും നാഗങ്ങൾക്ക് വഴിപാടും നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. വിഷ്ണുവിന് എന്താ ചെയ്യേണ്ടത്? വിഷ്ണുവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കൃഷ്ണന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണന് വഴിപാട് നടത്താം, വെണ്ണ നിവേദിക്കാം,
തുളസിമാല ചാർത്താം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം, പാൽപ്പായസ നിവേദ്യം കൊടുക്കാം. ശാസ്താപ്രീതിക്കായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന്, ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നീരാഞ്ജനം, എള്ള് നിവേദ്യം, എള്ള് പായസം, ശനീശ്വര പൂജ ഇതെല്ലാം ശാസ്താവിന് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം. നാഗരാജാവേ, നാഗേക്ഷിയമ്മേ, നാഗത്താന്മാരെ, എൻ്റെ നാഗദോഷങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഇവിടെ പറയുന്നത് ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം, മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവർക്ക് വേഴം 7-ലാണ് വരുന്നത്, ശനി 4-ൽ വരുന്നുണ്ട്, രാഹു 3-ൽ വരുന്നുണ്ട്, കേതു 9-ൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വേഴം 7-ൽ വരുന്നത് ഏറ്റവും ഗുണകരമാണ്. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ സ്ഥാനമാണ് 7. അതേപോലെ സ്ത്രീ സ്ഥാനമാണ് 7. അപ്പോൾ 7-ൽ വേഴം വന്നാൽ അതുപോലെ യാത്രാ സംബന്ധമായ കാര്യങ്ങളും 7-നെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ വേഴം 7-ൽ വരുന്നത് ദാമ്പത്യപരമായ സുഖം കിട്ടാനും, ഭാര്യ ഭർത്തൃ ബന്ധം സുഖകരമാകാനും, അതേപോലെ തന്നെ ഭാര്യ സുഖം കിട്ടാനും, ദാമ്പത്യ സുഖം കിട്ടാനും ഒക്കെ വേഴം 7-ൽ വരുന്നത് ഏറ്റവും ഗുണകരമാണ്. അതുപോലെ തന്നെ 7 എന്ന് പറഞ്ഞ യാത്രയ്ക്ക് വരുന്ന ഒരു ഭാവമാണ്. അപ്പം 7-ൽ വേഴം നിൽക്കുന്നത് യാത്രാ സംബന്ധമായ ഗുണങ്ങളുണ്ടാകും. യാത്രക്ക് പോകാൻ, വിനോദയാത്ര പോകാനോ അല്ലെങ്കിൽ യാത്ര സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേഴം 7-ൽ വരുന്നത് നല്ലതാണ്. ഇവർക്ക് ഈ വർഷം വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാനോ എല്ലാം ഇവർക്ക് കഴിഞ്ഞെന്ന് വരും. മറ്റൊന്ന് ശനി 4-ലാണ് നിൽക്കുന്നത്. ശനി 4-ൽ നിൽക്കുന്നത് ദോഷമാണ്. കാരണം 4 കണ്ടകസ്ഥാനമാണ്. 4, 7, 10 കണ്ടകസ്ഥാനമാണ്. അപ്പം കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കണ്ടകശനി എന്ന് പറയും. അപ്പം കണ്ടകശനി അത്ര ഗുണകരമല്ല. പല ദോഷങ്ങളും കണ്ടകശനി കൊണ്ട് മൂലനക്ഷത്രക്കാർക്കുണ്ടാവും. വാക്ക് തർക്കങ്ങളുണ്ടാവും, തൊഴിൽ തടസ്സങ്ങളുണ്ടാവും, തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാവും, താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കാനായിട്ട് സാഹചര്യം വരും. കാര്യങ്ങൾ എന്ത് ചെയ്താലും അവിടെ തടസ്സങ്ങൾ ആണ് കൂടുതൽ വരാൻ സാധ്യത. ഇങ്ങനെയുള്ള ആൾക്കാർ അതിനുള്ള വഴിപാട് നടത്തി ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. മറ്റൊന്ന് രാഹു 3-ലാണ് നിൽക്കുന്നത്. അത് ഗുണമാണ്. 3, 6, 11 പാപഗ്രഹങ്ങൾ നിന്നാൽ, രാഹു പാപഗ്രഹമാണ്. അപ്പം 3, 6, 11 പാപഗ്രഹം നിന്നാൽ അത് വളരെ ഗുണകരമാണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരഭാവമാണ്. സഹോദരഭാവത്ത് വേഴം നിൽക്കുകയാണ്. അപ്പോൾ സഹോദരഭാവത്ത് വേഴം എന്ന് പറഞ്ഞാൽ വേഴം സർവേശ്വര കാരകത്വമുള്ളതാണ്, ദൈവാധീനമുള്ളതാണ്. അപ്പോൾ സഹോദരഭാവത്ത് വേഴം നിന്നാൽ ദൈവാധീനം ഉണ്ടാവും, സഹോദരന്മാരിൽ നിന്ന് നേട്ടമുണ്ടാവും. സഹോദരന്മാർ വഴിയോ സഹോദരിമാർ വഴിയോ ഇവർക്ക് ധന നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ബന്ധുഗുണങ്ങളുണ്ടാകും. ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടാൻ ഇടവരും. കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ഒരു ബന്ധം അവിടെ ഉണ്ടാകാനായിട്ടും രാഹു 3-ൽ വരുന്ന കാലം വളരെ നല്ലതാണ്. അതുകൂടാതെ കേതു 9-ലാണ് വരുന്നത്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേതു എന്ന് പറഞ്ഞാൽ പാപഗ്രഹമാണ്. അത് 9-ൽ വരുന്നത്, ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ദോഷമാണ്. ഭാഗ്യാനുഭവങ്ങൾ കുറയും. നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തടസ്സപ്പെടും. അത് 9 പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തടയപ്പെടും. പിന്നെ പിതൃക്കളായിട്ട് നമുക്ക് കിട്ടേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് സ്വത്തുക്കളോ അതേപോലെ ഭാഗം വെപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അവരെ സംബന്ധിച്ചും വളരെയധികം ദോഷാനുഭവങ്ങൾ കേതു 9-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടാണ് ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം വരുന്നത്. അവർ പരിഹാരമായിട്ട്, ദോഷപരിഹാരമായിട്ട് അവർ ചെയ്യേണ്ടത് ശാസ്താവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം. ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച് മുന്നോട്ട് പോകണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താപ്രീതി നേടണം. ഗണപതിക്ക് വഴിപാട് നടത്തി മുന്നോട്ട് പോകണം. ഗണപതിക്ക് കർഗമാല ചാർത്ത, ഗണപതിക്ക് നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുക.
ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കാം. അങ്ങനെ ഗണപതിക്ക് പ്രധാനപ്പെട്ട എന്ത് വഴിപാട് നടത്തിയാലും, അല്ലെങ്കിൽ ഗണപതിക്ക് ഗണപതി പ്രീതി നേടുന്ന എന്ത് വഴിപാട് നടത്തിയാലും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ തരുന്നതാണ്. അപ്പം മൊത്തം നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ വരുന്നതെങ്കിലും പരിഹാരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മൂലം നക്ഷത്രക്കാർക്ക് ഗുണകരമാവുന്നതാണ്. മലയാള നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം, മലയാള പുതുവർഷം എന്താണെന്ന് നോക്കാം. ഇവർക്ക് വേഴം 7 ആണ് നിൽക്കുന്നത്. വേഴം 7 നിൽക്കുന്നത് ഗുണകരമാണ്. കുടുംബ സുഖം കിട്ടും. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാമ്പത്യ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് 7. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ഭാര്യയായിട്ട് നല്ല വിധത്തിൽ ഒരുമിച്ച് കുടുംബ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അതേപോലെ തന്നെ കുടുംബ സുഖം കിട്ടും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും ഒക്കെ വേഴം 7. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, വിവാഹങ്ങൾക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനും, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അതിനുള്ള നല്ല ഒരു സമയവും കൂടിയാണ് വേഴം 7 നിൽക്കുന്ന സമയം. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 7 നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ ശനി 4 നിൽക്കുന്നത്. ശനി 4 നിൽക്കുന്നത് കണ്ടകസ്ഥാനമാണ്. കണ്ടകസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കൂടിയാണ്. അപ്പോൾ ഈ കണ്ടകശനി വളരെയധികം ദോഷങ്ങൾ തരും. ചില കാര്യങ്ങളല്ല, ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം പ്രവൃത്തിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. കണ്ടകസ്ഥാനത്ത് ശനി നിന്നാൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ പ്രവൃത്തി സംബന്ധമായോ തടസ്സങ്ങൾ ഉണ്ടാകാം, മനോവിഷമങ്ങൾ ഉണ്ടാകാം. 4 മനസ്സിൻ്റെ ഭാവം കൂടിയാണല്ലോ. അപ്പോൾ മനോവിഷമങ്ങൾ ഉണ്ടാകാം. പിന്നെ സ്വദേശത്ത് നിന്ന് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ വിദേശത്ത് യാത്ര ചെയ്യാനോ വിദേശയാത്ര ചെയ്യാനോ ഒക്കെ ഇവർക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇതുകൂടാതെ 4 മാതൃസ്ഥാനം കൂടിയാണ്. അപ്പോൾ മാതൃസ്ഥാനത്ത് ശനി നിൽക്കുന്നത് മാതൃവിരോധം കിട്ടുവാനും മാതൃജന ദുരിതത്തിനും ഇടയാകുന്നതാണ്. ശനി 4 നിൽക്കുന്നത് അപ്പോൾ ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. ഇവരെ സംബന്ധിച്ച് രാഹു 3 നിൽക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്. അപ്പോൾ സഹോദര സ്ഥാനത്ത് 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പോൾ 3 നിൽക്കുന്ന രാഹു സഹോദര ഗുണം ഉണ്ടാക്കി തരും. സഹോദരങ്ങളെ കൊണ്ട് നേട്ടമുണ്ടാകും. ബന്ധുമിത്രാദികളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. സഹോദരന്മാരിൽ നിന്നും ധനനേട്ടങ്ങളുണ്ടാകും. സഹോദരന്മാർ തമ്മിൽ അല്ലെങ്കിൽ സഹോദരിമാർ തമ്മിൽ എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഈ 1201 മലയാള പുതുവർഷം പൂരാട നക്ഷത്രക്കാർക്ക് കഴിയും. ഇതുകൂടാതെ കേതു 9 വരുന്നത്. അത് ദോഷം ചെയ്യും. 9 കേതു ദോഷാനുഭവങ്ങൾ തരും. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹം വന്നാൽ ഭാഗ്യ തടസ്സങ്ങളുണ്ടാവും. ചെയ്യുന്ന നമ്മളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും തടയപ്പെടും. എന്ത് കാര്യത്തിൽ ചെന്നിടപെട്ടാലും അവിടെ പ്രവൃത്തി സംബന്ധമായിട്ടും ഭാഗ്യസംബന്ധമായിട്ടും ദോഷങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൂടാതെ 9 എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പം പിതാവിൻ്റെ സ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ പിതാവിൽ നിന്നും കിട്ടേണ്ട നേട്ടങ്ങളോ അല്ലെങ്കിൽ പിതാവിൽ നിന്നും അതൃപ്തിയോ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പൂരാട നക്ഷത്രക്കാർക്ക് പിതൃസ്വത്ത് കിട്ടാനായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണവും ദോഷവും കാണുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും 1201 മലയാള പുതുവർഷഫലം. ഇതിന് പരിഹാരമായിട്ട് ശാസ്താപ്രീതി നേടുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം, എള്ളു നിവേദ്യം, എള്ളു പായസ നിവേദ്യം, ശനീശ്വര പൂജ, ഇതെല്ലാം നടത്തുന്നത് ശനീശ്വരന് തൃപ്തികരമാണ്. അതുകൂടാതെ ശനീശ്വരന് ഏറ്റവും കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ദാനധർമ്മങ്ങളാണ്. ശനീശ്വര പ്രീതിക്കായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അതുകൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്താം. ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കാം, കർഗമാല ചാർത്താം, വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം, നാളികേരം നാളികേരം അടിക്കാം. ഇതെല്ലാം ദോഷാനുഭവങ്ങൾ, ഗണപതിയെ കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ തീരുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ശാസ്താപ്രീതിയും ഗണപതി
ഭഗവാനി വഴിപാടും നടത്തുന്നത് ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് അവസരം തരുന്നതാണ്. ഈ ഉത്രാടം നക്ഷത്രം 2 കൂറിലാണ് വരുന്നത്. ഒന്ന് ഉത്രാടം 1/4 ഭാഗം ധനുക്കൂറിലും ഉത്രാടം 3/4 ഭാഗം മകരക്കൂറിലാണ് വരുന്നത്. അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 6-ലും ധനിക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 7-ലും വരുന്നുണ്ട്. അപ്പം ധനിക്കൂറുകാർക്ക് 7-ല് വേഴം വരുന്നത് ഗുണകരമാണ്. ദാമ്പത്യപരമായിട്ടുള്ള ഗുണമുണ്ടാവും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നല്ല ഒരു ബന്ധം ഉണ്ടാവും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. കുടുംബകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവും. വേഴം 4-ൽ നിൽക്കുമ്പോൾ വേഴം 7-ൽ നിൽക്കുമ്പോൾ. അപ്പോൾ ധനിക്കൂറുകാരായ വേഴം 7-ൽ നിൽക്കുന്ന ഉത്രാടംകാർക്ക് വളരെയധികം നല്ലതാണ്. എന്നാൽ ഉത്രാടം 3/4 മകരക്കൂറുകാർക്ക് വേഴം 6-ലാണ് വരുന്നത്. വേഴം 6-ൽ വരുന്നത് ശുഭഗ്രഹങ്ങൾ 3, 6, 11 വരുന്നത് ദോഷമാണ്, ശുഭഫലം കിട്ടില്ല. അപ്പോൾ 6 എന്താണ്? ശത്രുസ്ഥാനവും അതേപോലെ തന്നെ രോഗത്തിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പം മകരക്കൂറുകാർക്ക് വേഴം 6-ൽ വരുന്നത് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശത്രുദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശത്രുക്കളിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ വേഴം 7-ൽ നിന്നാൽ ഗുണവും വേഴം 6-ൽ നിന്നാൽ ദോഷവുമാണ് കാണുന്നത്. ഇതുകൂടാതെ ശനി ധനിക്കൂറുകാർക്ക് 4-ലും മകരക്കൂറുകാർക്ക് 3-ലുമാണ് ശനി നിൽക്കുന്നത്. ധനിക്കൂറുകാർക്ക് 4-ൽ കണ്ടകസ്ഥാനത്താണ് ശനി. അപ്പം ധനിക്കൂറുകാരെ സംബന്ധിച്ച് ശനി കണ്ടകസ്ഥാനത്താണ്, അതായത് അവരെ സംബന്ധിച്ച് കണ്ടകശനിയാണ്. മകരക്കൂറുകാർക്ക് 3-ലാണ് ശനി നിൽക്കുന്നത്, അത് ഗുണകരമാണ്. അപ്പം കണ്ടകശനിയെ കൊണ്ട് ധനിക്കൂറുകാർക്ക് ദോഷാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ തടസ്സങ്ങൾ, പ്രവൃത്തി സംബന്ധമായ തടസ്സങ്ങൾ, വാക്ക് തർക്കങ്ങൾ, ദേഷ്യം, വാശി, ഇതെല്ലാം ഈ കണ്ടകശനി വന്നാൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ 4-ൽ ശനി നിൽക്കുന്നത് ധനുക്കൂറുകാർക്ക് ഗുണകരമല്ല. എന്നാൽ ശനി മകരക്കൂറുകാർക്ക് 3-ലാണ് നിൽക്കുന്നത്. 3, 6, 11 നിൽക്കുന്ന ശനി ഗുണം ചെയ്യും. ഈ പാപഗ്രഹങ്ങൾ 3, 6, 11 നിൽക്കുന്നത് ഗുണകരമാണ്. അപ്പം ശനി 3-ൽ മകരക്കൂറുകാർക്ക് 3-ൽ നിന്നാൽ ഗുണമാണ്. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരഭാവമാണ്. സഹോദരഭാവത്ത് ശനി നിൽക്കുന്നത് സഹോദര ഗുണം കിട്ടും. അതേപോലെ തന്നെ സഹോദരങ്ങളുമായി നല്ല സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കും. സഹോദരന്മാരിൽ നിന്ന് ധനനേട്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ ബന്ധുമിത്രാദികൾ വഴി വളരെയധികം ഐക്യതയുണ്ടാകും. ഇതെല്ലാം ശനി 3-ൽ നിന്നാൽ ഉണ്ടാവുന്നതാണ്. ഇനി രാഹു ധനിക്കൂറുകാർക്ക് രാഹു 3-ലാണ് നിൽക്കുന്നത്. രാഹു ധനിക്കൂറുകാർക്ക് 3-ലാണ് വരുന്നത്. മകരക്കൂറുകാർക്ക് 2-ലും വരും. 3-ൽ നിൽക്കുന്ന രാഹു ഗുണം ചെയ്യും. 3, 6, 11 നിൽക്കുന്ന രാഹു ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് രാഹു 3-ൽ നിൽക്കുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള രാഹു 3-ൽ നിൽക്കുന്നത് സഹോദര സ്ഥാനത്തെ കൊണ്ടുള്ള ഗുണമാണ്. സന്താനങ്ങളിൽ നിന്നുള്ള ഗുണം കുറവായിരിക്കും. 3-ലെ രാഹു സഹോദര സ്ഥാനത്താണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ സഹോദര സംബന്ധമായ സ്ഥാനത്ത് രാഹു വളരെയധികം ഗുണം ചെയ്യും. സഹോദരന്മാരിൽ നിന്ന് ധന നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരായിട്ട് സഹവർത്തിത്തോടെ പ്രവർത്തിക്കും. ബന്ധുജനങ്ങളുമായി, മാതൃജനങ്ങളുമായോ അതുവരെയുള്ള സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ രാഹു ധനുക്കാർക്ക് 3-ൽ നിൽക്കുന്നത് ഗുണം ചെയ്യും. രാഹു മകരക്കൂറുകാർക്ക് 2-ൽ ദോഷം ചെയ്യും. മകരക്കൂർ എന്ന് പറഞ്ഞാൽ 2 മകരക്കൂറിൽ 2-ലാണ് രാഹു വരുന്നത്. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹു മകരക്കൂറുകാർക്കായ 2-ൽ വരുന്നത് 2 ധനസ്ഥാനത്ത് ദോഷങ്ങളുണ്ടാവും, ദോഷാനുഭവങ്ങളുണ്ടാകും, ധനനഷ്ടങ്ങളുണ്ടാകും, ധനക്ലേശങ്ങളുണ്ടാകും. കിട്ടാവുന്ന കാര്യങ്ങൾ പലതും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ദോഷാനുഭവങ്ങൾ സാമ്പത്തികമായി വളരെയധികം ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് രാഹു 2-ൽ വന്നാൽ. അതുകൂടാതെ കേതു ധനിക്കൂറുകാർക്ക് 9-ലാണ് വരുന്നത്. ധനിക്കൂറുകാർക്ക് 9-ൽ ഭാഗ്യദോഷം ഉണ്ടാക്കും.
ധനുക്കൂർ 9 ഭാഗ്യസ്ഥാനത്താണ്, പിതാവിൻ്റെ സ്ഥാനത്താണ് കേതു വരുന്നത്. അപ്പോൾ ധനുക്കൂറുകാർക്ക് 9 ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകും, പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. പിതാവ് വഴി കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. പിതൃസ്വത്ത് ഭാവം വെക്കാൻ അവസരമുണ്ടെങ്കിൽ അതിനെല്ലാം തടസ്സം വരും. അവരുദ്ദേശിച്ച ഫലം ഇവർക്ക് കിട്ടിയില്ല എന്നും വരും പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് 9 ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കയ്യിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും നമ്മുടെ കയ്യിൽ നിന്ന് അത് തെറ്റിപ്പോവും, അല്ലെങ്കിൽ തെറിച്ചു പോവും. അങ്ങനെയുള്ള സമയമാണ് കേതു 9 നിന്നാൽ. പിന്നെ കേതു മകരക്കൂറിൽ നിൽക്കുന്നത് 3-ലാണ്. 3 എന്ന് പറഞ്ഞത് സഹോദര ഗുണം കിട്ടും. 3-ലെ കേതു സഹോദര ഗുണം ചെയ്യും. സഹോദരന്മാരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷം കടന്നു പോകുന്നത്. ഇവരെ സംബന്ധിച്ച് ദോഷാനുഭവങ്ങൾക്ക് പരിഹാരമായിട്ട് വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും നാഗങ്ങൾക്ക് വഴിപാട് നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. വിഷ്ണുപ്രീതി എന്ത് ചെയ്യണം? കൃഷ്ണനോ മഹാവിഷ്ണുവിനോ വെണ്ണ നിവേദിച്ച് തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും, ഭഗവാന് കൃഷ്ണന് അല്ലെങ്കിൽ വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം നൽകുന്നതും വളരെയധികം ഉത്തമമാണ്. ഇതുകൂടാതെ ശാസ്താവിന് എള്ളുതിരി കത്തിച്ച് ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശാസ്താപ്രീതി നേടാനായിട്ട് ശാസ്താവിന് എള്ളു പായസം, എള്ളു നിവേദ്യം ഇതെല്ലാം കൊടുക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ്. അതുകൂടാതെ നാഗങ്ങൾക്ക് വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ്. നാഗരാജാവിനും നാഗേഷിയമ്മയ്ക്കും എല്ലാം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് കുടുംബസൗഖ്യമുണ്ടാകാനും ഇവരുടെ ഉത്രാട നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങൾ മാറുന്നതിനും വളരെ നല്ലതാണ്. തിരുവോണ നക്ഷത്രം, ഇവർക്ക് പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് വേഴം 6-ൽ നിൽക്കുന്നു, ശനി 3-ൽ നിൽക്കുന്നു, രാഹു 2-ൽ നിൽക്കുന്നു, കേതു 8-ൽ നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ച്, ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 6-ലെ വേഴം ദോഷാനുഭവങ്ങൾ തരും. കാരണം 3, 6, 11 ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ പോലും ആ ശുഭത്വം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേഴം 6-ൽ നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ തരും. അതായത് 6 രോഗത്തിൻ്റെ സ്ഥാനവും 6 ശത്രുവിൻ്റെ സ്ഥാനവും കൂടിയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ ശത്രുപീഠകൾ ഉണ്ടാകാം, ശത്രുദോഷങ്ങൾ അനുഭവത്തിൽ വരും, ശത്രുക്കൾ ഉണ്ടാകും. നമ്മൾ മിത്രമാണെന്ന് കരുതുന്നവർ പോലും ഈ സമയത്ത് നമ്മുടെ ശത്രുവായി മാറുന്ന സമയമാണിത്. അതുപോലെ തന്നെ രോഗത്തിൻ്റെ സ്ഥാനമാണ് 6. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള രോഗമായാലും രോഗം തന്നെയാണല്ലോ. അപ്പോൾ രോഗത്തിന് ശമനമില്ലാതെ, രോഗം ഉള്ളവരാണെങ്കിൽ രോഗത്തിന് ശമനമില്ലാതെ പോകും. അല്ലെങ്കിൽ രോഗമില്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് രോഗങ്ങൾ വന്ന് പിടിപെടാം. പ്രത്യേകിച്ച് വേഴമാണ്. വേഴത്തിനെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ കഫസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. വേഴം ധനകാരകനാണല്ലോ. ആ ധനകാരകനായ വേഴം 6-ൽ നിൽക്കുമ്പോൾ ശത്രുശല്യം മാത്രമല്ല, ഇവരെ കൊണ്ട് നമുക്ക് സാമ്പത്തിക തടസ്സങ്ങളും ഉണ്ടായെന്ന് വരും. ഇതുകൂടാതെ ശനി 3-ൽ നിൽക്കുന്നതാണ് കാണുന്നത്. ശനി 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പം 3 എന്ന് പറഞ്ഞ സഹോദര സ്ഥാനമാണ്. 3, 6, 11-ൽ നിൽക്കുന്ന ശനി അല്ലെങ്കിൽ പാപഗ്രഹം അത് ഗുണം ചെയ്യും ആ ജാതകന്. അപ്പം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി 3-ൽ നിൽക്കുന്നത് സഹോദര ഗുണം കിട്ടാനിട വരുത്തും. സഹോദരന്മാരുമായി സഹവർത്തിത്വത്തോടെ പെരുമാറാനും സഹോദര ബന്ധുക്കളുമായിട്ട് സഹോദരസ്ഥാനീയരായിട്ട് കൂടുതൽ അടുപ്പത്തോടെ പെരുമാറാനും അവരിൽ നിന്നും ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ഈ സമയം ഇവർക്ക് ഉപകരിക്കും. അപ്പം ശനി 3-ൽ നിൽക്കുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കും. രാഹു ഇവർക്ക് സംബന്ധിച്ച് 2-ലാണ്. രാഹു 2-ൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതല്ല, ഏറ്റവും ദോഷമാണ്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പം ധനസ്ഥാനത്ത് പാപഗ്രഹം നിൽക്കണേന്. പാപഗ്രഹം ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ധനനഷ്ടങ്ങൾ, അത് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനനഷ്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ 2 വാക്കിൻ്റെ സ്ഥാനമാണ്, കുടുംബത്തിൻ്റെ സ്ഥാനമാണ്. കുടുംബത്തിലെ സ്വസ്ഥത കുറയും. വാക്കിൽ നിന്നും പ്രവൃത്തി ദോഷങ്ങളുണ്ടാവും. വാക്കുവഴി നമുക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം. മിതത്വം പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇവരെ സംബന്ധിച്ച്, ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹു 2-ൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത്. പിന്നെ കേതു 8-ലാണ് വരുന്നത്. 8 എന്ന് പറഞ്ഞാൽ അഷ്ടമമാണ്. കേതു 8-ൽ നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ കൂടുതലുണ്ടാക്കും.
8 പറഞ്ഞാൽ അഷ്ടമഭാവമാണ്. അഷ്ടമഭാവത്ത് ദോഷാനുഭവങ്ങൾ വരും. അതായത് അപകട ഭീതി ഉണ്ടാകും, പതനഭയം ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റ് പ്രവൃത്തികളിലെല്ലാം തടസ്സങ്ങളുണ്ടാകും. അപകടം അതായത് വെച്ചാൽ വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ 8 കേതു അത് അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ വാഹന സംബന്ധമായ അപകടങ്ങളില്ലാതെ നോക്കുന്നത് വളരെയധികം നല്ലതാണ്. വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് കേതു 8 വരുന്നത്. അപ്പോൾ ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം അത്ര ഗുണകരമല്ല. ശനി 3 നിൽക്കുന്നത് മാത്രമേ ഇവർക്ക് ഗുണമുള്ളൂ. അപ്പോൾ ഗുണവും ദോഷവും ഉണ്ടാവും. എന്നാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യുന്നത് വിഷ്ണു പ്രീതി നേടുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. വിഷ്ണുവിന് അല്ലെങ്കിൽ കൃഷ്ണന് തുളസി മാല ചാർത്തുന്നത്, വെണ്ണ നിവേദിക്കുന്നത്, പാൽപ്പായസം നിവേദിക്കുന്നത്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് എല്ലാം വളരെയധികം നല്ലതാണ്. കൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ്. ഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തടസ്സങ്ങൾ മാറ്റുന്ന ദേവതനാണല്ലോ ഗണപതി ഭഗവാൻ. അപ്പോൾ ഗണപതി ഭഗവാന് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നാളികേരം മുടക്കുക. ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട കർഗമാല ചാർത്തുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന് തൃമധുരം കൊടുക്കുന്നത് നല്ലതാണ്. തൃമധുരം നിവേദിക്കുന്നത് നല്ലതാണ്. തേങ്ങ ഉഴിഞ്ഞ് നാളികേരം ഉഴിഞ്ഞ് ദോഷങ്ങൾ മാറാൻ ഭഗവാന്റെ മുമ്പിൽ അടിക്കുന്നതും വളരെയധികം നല്ലതാണ്. അടുത്ത നക്ഷത്രം 2 കൂറിൽ വരും. മകരക്കൂറിലും കുംഭക്കൂറിലും വരും. അവിട്ടം പകുതി മകരക്കൂറിലും അതിൻ്റെ പകുതി കുംഭക്കൂറിലാണ് വരുന്നത്. അപ്പോൾ മകരക്കൂറിൽ അവിട്ടം നക്ഷത്രം മകരക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേഴം ഇവർക്ക് 6 വരുന്നത്. ധനകാരകനായ വേഴം അല്ലെങ്കിൽ സർവേശ്വരകാരകനായ വേഴം 6 വരുന്നത് ദോഷം ചെയ്യും. ശുഭഗ്രഹങ്ങൾ 6 നിൽക്കുന്നത് നല്ലതല്ല. വേഴം ശുഭഗ്രഹമാണ്. അപ്പോൾ 6 നിൽക്കുന്ന 6 എന്ന് പറഞ്ഞാൽ ശത്രുസ്ഥാനമാണ്, രോഗത്തിൻ്റെ സ്ഥാനമാണ്. ശത്രുപീഡകൾ ഉണ്ടാകാം, രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാം, ശത്രുക്കളിൽ നിന്നും ദോഷം ഉണ്ടാകാം, ശത്രുക്കളിൽ നിന്നും ഉദ്രവം ഉണ്ടാകാം. പിന്നെ രോഗത്തിൻ്റെ സ്ഥാനം, രോഗം എന്ന് പറഞ്ഞാൽ അത് രോഗം ഉള്ളവർക്കാണെങ്കിൽ രോഗശാന്തി കിട്ടാൻ താമസം വരാം. അല്ലെങ്കിൽ പുതിയതായിട്ട് കഫസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ കൂടുതലായിട്ട് വരാം. അങ്ങനെയെല്ലാം വേഴം 6 വരുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ദോഷാനുഭവങ്ങളാണ് തരുന്നത്. ഇനി കുംഭക്കൂറിലെ വേഴം, കുംഭക്കൂറിൽ വേഴം 5 വരുന്നത്. കുംഭക്കൂറുകാർക്ക് വേഴം 5 വരുന്നത്. 5 എന്ന് പറഞ്ഞത് സന്താന സ്ഥാനമാണ്. അപ്പോൾ 5 വേഴം സന്താന സ്ഥാനത്ത് ഗുണം ചെയ്യും. 5 വേഴം സന്താന സ്ഥാനത്ത് ഗുണം ചെയ്യും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് മനസ്സുഖമുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് ക്ലേശിക്കാനായിട്ടുള്ള വരില്ല. അപ്പോൾ അതുകൊണ്ട് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 5 വരുന്നത് എപ്പോഴും നല്ലതാണ്. മറ്റൊന്ന് ശനിയാണ്. ശനി മകരക്കൂറുകാർക്ക് 3 വരുന്നത്. കുംഭക്കൂറുകാർക്ക് 2 വരും. അപ്പം ശനി മകരക്കൂറിൽ 3 വരുന്നത് നല്ലതാണ്, അത് ഗുണകരമാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പം ശനി പാപഗ്രഹമാണ്. ശനി 3 നിൽക്കുന്നത് ഗുണം ചെയ്യും. 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്. സഹോദര സ്ഥാനത്ത് ശനി നിൽക്കുന്നത് 3 നല്ലതാണ്. സഹോദര സ്ഥാനീയർ തമ്മിൽ നല്ല അടുപ്പവും സഹോദരങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും ബന്ധുമിത്രാദികൾ വഴി സഹോദര സ്ഥാനീയരിൽ നിന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ വരാനുമൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ കുംഭക്കൂറുകാർ, ശനി കുംഭക്കൂറിൽ നിൽക്കുമ്പോൾ 2 വരുന്നത്. ശനി 2 ഇവരെ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്. അത് 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. ധനസ്ഥാനത്ത് നേട്ടങ്ങൾ ഉണ്ടാകില്ല, കോട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം ധനനഷ്ടങ്ങൾ ഉണ്ടാകും. 2 കുടുംബസ്ഥാനമാണ്. കുടുംബസ്ഥാനത്ത് ദോഷങ്ങൾ ഉണ്ടാകും. കുടുംബ കലഹങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ വാക്ക് ദോഷങ്ങൾ, വാക്കിൻ്റെ സ്ഥാനവും കൂടിയാണ് 2. അപ്പം 2 ശനി വാഗ്ദോഷങ്ങൾ ഉണ്ടാക്കാനും വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാനും കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കാനും ഒക്കെ ഈ
അവിട്ട നക്ഷത്രക്കാർ ശനി അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് കൂടാതെ രാഹു മകരക്കൂറുകാരെ സംബന്ധിച്ച് 2-ലും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലുമാണ് നിൽക്കുന്നത്. അപ്പൊ രാഹു മകരക്കൂറുകാരെ സംബന്ധിച്ച് 2-ൽ നിൽക്കുന്നത്, 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പൊ ധനസ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ, പാപഗ്രഹം നിൽക്കുമ്പോൾ അവിടെ ധനനഷ്ടങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും, ധനക്ലേശങ്ങൾ ഉണ്ടാകും, ധനപരമായ ബുദ്ധിമുട്ടുകളും ഈ വർഷം, ഈ പുതുവർഷത്തിൽ രാഹു മകരക്കൂറുകാർക്ക് 2-ൽ നിന്നാൽ വന്ന് സംഭവിക്കാവുന്നതാണ്. പിന്നെ രാഹു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വരുന്നത്. കുംഭക്കൂറിലാണ് രാഹു നിൽക്കുന്നത്. അപ്പൊ കുംഭക്കൂറിൽ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ രാഹു നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ ആണ് തരുന്നത്. അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും അതേപോലെ തന്നെ ദുരിതങ്ങളും ഉണ്ടാകാനായിട്ടുള്ളതാണ് സാധ്യത. കൂടാതെ കേതു മകരക്കൂറുകാർക്ക് 8-ലും കുംഭക്കൂറുകാർക്ക് 7-ലും നിൽക്കുന്നതിന് അത് രണ്ടും അത്ര നല്ലതല്ല. മകരക്കൂറുകാർക്ക് 8 എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ അത് ആയുസിന്റെ ഭാവമാണ്. അപ്പോൾ അപകടഭീതി, പതനഭയം, മരണഭയം ഇതെല്ലാം ഈ മകരക്കൂറുകാർക്ക് കേതു 8-ൽ വരുമ്പോൾ അനുഭവത്തിൽ വരുന്നതാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കേതു 7-ലാണ് വരുന്നത്. 7 എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധം സൂചിപ്പിക്കുന്ന ഭാവമാണ്, ഭാര്യ ഭർത്തൃ ബന്ധം സൂചിപ്പിക്കുന്ന ഭാവമാണ്, സ്ത്രീ സൗഖ്യം ചിന്തിക്കുന്ന ഭാവമാണ്. അപ്പൊ ഈ കേതു 7-ൽ വരുന്നത് ദാമ്പത്യ സുഖഹീനത, കുടുംബ കലഹങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിൽ, ഭാര്യ ഭർത്തൃ തർക്കങ്ങൾ, ഇതെല്ലാം ഈ കേതു 7-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ, പൊതുവെ നോക്കുമ്പോൾ അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവും ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവർ പ്രീതിക്കായിട്ട്, ഈശ്വര പ്രീതിക്കായിട്ട്, അല്ലെങ്കിൽ ഇവർ പരിഹാരമായിട്ട് ചെയ്യേണ്ട കർമ്മം വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി പോകണം. വിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുവിന് തുളസിമാല ചാർത്ത, വിഷ്ണുവിന് അല്ലെങ്കിൽ കൃഷ്ണന് വെണ്ണ നിവേദിക്കുക, തുളസിമാല ചാർത്ത, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക, പാൽപ്പായസം നിവേദ്യം നടത്തുക. ഇതെല്ലാം വിഷ്ണുവിന് പ്രീതികരമാണ്. അതുകൂടാതെ ശനീശ്വര പ്രീതിക്കായിട്ട് ശാസ്താവിന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എള്ള് നിവേദ്യം വെക്കുന്നത് നല്ലതാണ്. ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ്. അതുകൂടാതെ നാഗക്ഷേത്രങ്ങളിൽ നാഗരാജാവിന്, നാഗേശ്വരിയമ്മക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ്. ചതയ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷം എന്താണെന്ന് നോക്കാം. വേഴം 5-ലാണ് വരുന്നത്. വേഴം 5-ൽ എന്ന് വരുന്നാൽ അത് 5 സന്താനഭാവമാണ്. 5 ഗുണം ആണ്. വേഴം 5-ൽ വരുന്നത് സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകാനും, സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനും, സന്താനങ്ങൾ വഴി മനസ്സുഖം ഉണ്ടാകാനും ഒക്കെ വേഴം 5-ൽ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പൊ 5-ലെ വേഴം ഗുണം തരും. എന്നാൽ ശനി 2-ലാണ് ഈ ചതയ നക്ഷത്രക്കാർക്ക് വരുന്നത്. 2-ലെ ശനി ധനനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതായത് ശനി 2 എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്, വാക്കിന്റെ സ്ഥാനമാണ്, കുടുംബത്തിന്റെ സ്ഥാനമാണ് 2. അപ്പൊ 2-ൽ ശനി വരുന്നത് ധനനഷ്ടങ്ങൾ ഉണ്ടാക്കും, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കും, വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കും, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യത ഇല്ലാണ്ട് വരും, കുടുംബത്തിൽ മനക്ലേശങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച്, ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ര ശനി സമയമാണ്. 7ര ശനി ഇവരെ സംബന്ധിച്ച് വളരെയധികം ദോഷാനുഭവങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള സമയമാണ്. 7ര ശനി തീരാറായിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച്. എന്നാലും മീനക്കൂറിൽ നിൽക്കുന്ന ശനി മീനത്തിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുമ്പോഴാണ് ഇവരുടെ 7ര ശനി തീരുള്ളൂ. അപ്പൊ 7ര ശനി ദോഷാനുഭവങ്ങൾ തരും. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ വരും. ഇവരെ സംബന്ധിച്ച് അപകടങ്ങൾ ഉണ്ടാകാം. 7ര ശനിയിലെ അപകടങ്ങൾ പതിവാണ്, തൊഴിൽ തടസ്സങ്ങൾ പതിവാണ്. ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കേട്ടോ. ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് നിന്നാൽ ഈ ദോഷാനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി ഉണ്ടാകും. എന്നാൽ അതല്ലാത്തവർക്ക് 7ര ശനി വളരെയധികം ദോഷാനുഭവങ്ങൾ തരും. കൂടാതെ രാഹു ജന്മരാശിയിലാണ് നിൽക്കുന്നത്, കുംഭൻ രാശിയിലാണ്. അതായത് ചതയ നക്ഷത്രക്കാരുടെ ജന്മരാശിയാണ് കുംഭം. അപ്പൊ രാഹു ജന്മരാശിയിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും,
ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും, ശരീരസുഖം കുറയും, രോഗങ്ങളും രോഗാതി ദുരിതങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത രാഹു ജന്മത്തിൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ കേതു 7-ലാണ് നിൽക്കുന്നത്. കേതു 7-ൽ നിന്നാൽ ദാമ്പത്യ കലഹമുണ്ടാകും. 7 ഭാര്യ-ഭർത്തൃ സ്ഥാനമാണ്, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ സ്ഥാനമാണ് 7. അപ്പോൾ അവിടെ കലഹം, ദാമ്പത്യ കലഹം, ഭാര്യ-ഭർത്തൃ കലഹം, ദാമ്പത്യ സുഖഹീനത, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭാര്യ-ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം കേതു 7-ൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 5-ൽ നിൽക്കുന്നത് മാത്രമേ അവർക്ക് ഗുണം ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏഴരശനി ദോഷവും രാഹു ജന്മത്തിൽ നിൽക്കുന്നതും കേതു 7-ൽ നിൽക്കുന്നതും ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ശാസ്താപ്രീതി നേടണം. അതായത് ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. ശനീശ്വരന് എള്ളു നിവേദ്യം വെക്കാം, നീരാഞ്ജനം, ശനീശ്വര പൂജ, ഇതെല്ലാം ശനീശ്വരന് വേണ്ടി ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഏഴരശനി അയക്കുന്ന ഈ നക്ഷത്രക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഏഴരശനിക്ക് ഏറ്റവും കൂടുതൽ വഴിപാടിനെക്കാട്ടും കൂടുതൽ ഉപകാരം വരുന്നത്, അല്ലെങ്കിൽ മുക്തി കിട്ടുന്നത് അവരെ സംബന്ധിച്ച് ഏഴരശനിക്കാർക്ക് ഏഴരശനിക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ദാനധർമ്മങ്ങൾ ആർക്ക് ചെയ്യണം? വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അംഗവൈകല്യമുള്ളവർക്കോ മുടന്തന്മാർക്കോ ഒക്കെ ഏഴരശനിക്കാർ ദാനധർമ്മങ്ങൾ ചെയ്താൽ അവരുടെ ഏഴരശനി ദോഷത്തിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടാവുന്നതാണ്. കൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഗണപതിക്ക് ത്രിമധുരം കൊടുക്കാം, കർഗമാല ചാർത്താം, വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം. അതുകൂടാതെ നാളികേരം മുടച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഗണപതി പ്രീതി തരുന്നതിന് നല്ലതാണ്. പിന്നെ നാഗങ്ങൾക്ക് വഴിപാട് നടത്താം. നാഗരാജാവിന്, നാഗേക്ഷിയമ്മകൾക്കൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ ചതയം നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങൾ കുറക്കാൻ സാധിക്കും. ഈ പൂരുരുട്ടാതി നക്ഷത്രം 2 കൂറിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? പൂരുരുട്ടാതി മുക്കാഭാഗം കുംഭക്കൂറിലും പൂരുരുട്ടാതി കാൽഭാഗം മീനക്കൂറിലാണ് വരുന്നത്. അപ്പോൾ കുംഭക്കൂറിൽ വേഴം 5-ലും മീനക്കൂറിൽ വേഴം 4-ലുമാണ് വരുന്നത്. അതേപോലെ തന്നെ ശനി കുംഭക്കൂറിൽ 2-ലും മീനക്കൂറിൽ ജന്മത്തിലുമാണ് വരുന്നത്. അതുകൂടാതെ ഇവർക്ക് ഏഴരശനി ദോഷവും ഉണ്ട്. രാഹു, ഇവരെ സംബന്ധിച്ച് രാഹു കുംഭക്കൂറുകാർക്ക് ജന്മത്തിലും മീനക്കൂറുകാർക്ക് 12-ലുമാണ് വരുന്നത്. ഇത് കൂടാതെ കേതു കുംഭക്കൂറുകാർക്ക് 7-ലും മീനക്കൂറുകാർക്ക് 6-ലുമാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കുംഭക്കൂറുകാർക്ക് വേഴം 5-ൽ വരുന്നത് നല്ലതാണ്. കാരണം 5-ലെ വേഴം സന്താനഭാവത്താണ്. സന്താനങ്ങളെ കൊണ്ട് ഗുണവും സന്താന നേട്ടങ്ങളും സന്താനങ്ങളിൽ നിന്ന് നല്ല ഐശ്വര്യമുണ്ടാകാനും സന്താന സംബന്ധമായിട്ടുള്ള കുടുംബത്തിൽ സുഖമുണ്ടാകാനും ഒക്കെ കുംഭക്കൂറിൽ വേഴം 5-ൽ കുംഭക്കൂറുകാർക്ക് വേഴം 5-ൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ മീനക്കൂറുകാർക്ക് വേഴം 4-ലാണ് വരുന്നത്. വേഴം 4-ൽ വരുമ്പോൾ 4-എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ്, മാതാവിൻ്റെ സ്ഥാനമാണ്. അപ്പം 4-ലെ വേഴം ഗുണം ചെയ്യും. അപ്പം കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും, കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും, കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയുണ്ടാവും, കുടുംബത്തിൽ സാമ്പത്തിക ഗുണം ഉണ്ടാവും. വേഴമല്ലേ, വേഴം സാമ്പത്തിക കാരകനാണ്, ധനകാരകനാണ്, സർവേശ്വരകാരകനാണ് വേഴം. അപ്പോൾ വേഴത്തിനെ കൊണ്ട് വേഴം 4-ൽ നിന്നാൽ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ജാതകന് അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാവമാണ് 4. അപ്പം 4-ൽ വേഴം മീനക്കൂറിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് വേഴം 5-ലും വരുന്നതും വളരെ നല്ലതാണ്. ഇനി ശനി കുംഭക്കൂറുകാർക്ക് 2-ലാണ് വരുന്നത്. ശനി കുംഭക്കൂറുകാർക്ക് 2-ൽ വരും, മീനക്കൂറുകാർക്ക് ജന്മത്തിലും വരും. ഇത് രണ്ടും ദോഷമാണ്. അതുകൂടാതെ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏഴരശനിയുടെ സമയവും കൂടിയാണ്. അവർ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്, ജന്മശനിയും കൂടിയാണ്. അപ്പോൾ ഏഴരശനി, ജന്മശനി ഇതെല്ലാമാണ്. അപ്പോൾ ഏഴരശനിക്കാലത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാകാം. തൊഴിലിൽ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെട്ടു നിന്ന് വരാം, അപകടങ്ങൾ ഉണ്ടായെന്ന് വരും. ജന്മത്തിൽ ശനി അപകടങ്ങൾ ഉണ്ടാക്കും.
പിന്നെ അതേപോലെ തന്നെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കും, ദേഷ്യ സ്വഭാവം കൂടും. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ ദേഷ്യ സ്വഭാവം കടന്നു വരും. അതേപോലെ തന്നെ അവരായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനും കോടതി, പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാനും ഒക്കെ ഈ 7ാം ശനി സമയത്ത് വന്ന് സംഭവിക്കാവുന്നതാണ്. അതുകൂടാതെ 7ാം ശനിയിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. വിദേശ സംബന്ധമായ ആനുകൂല്യങ്ങൾ ഉണ്ടാവും. അത് നല്ലതാണ് 7ാം ശനിയിൽ. എന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം 7ാം ശനി ആ ജാതകനോ അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരനോ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ദോഷാനുഭവങ്ങൾ 7ാം ശനിയിൽ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കും, പ്രവൃത്തി തടസ്സങ്ങൾ ഉണ്ടാക്കും. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ജോലിക്കാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഇയാൾക്കുണ്ടാവും. അതുകൂടാതെ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് തടസ്സങ്ങളും ദോഷങ്ങളും അവരിൽ നിന്ന് വിരോധങ്ങളും കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 7ാം ശനിയാണ്. ആ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ്. മറ്റുള്ള കുംഭക്കൂറുകാർക്ക് 12ലാണ്. കുംഭക്കൂറുകാർക്ക് 2ലാണ് ശനി. കുംഭക്കൂറുകാർക്ക് 2ലാണ് ശനി. മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശനി. അപ്പോൾ മൊത്തത്തിൽ ശനിനെ കൊണ്ട് വളരെയധികം ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. രാഹു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലും മീനക്കൂറുകാരെ സംബന്ധിച്ച് 12ലുമാണ് നിൽക്കുന്നത്. അപ്പോൾ കുംഭക്കൂറിലാണെങ്കിലും 12ലാണെങ്കിലും രാഹു രണ്ടും ദോഷാനുഭവങ്ങളാണ് തരുന്നത്. ഇപ്പം ജന്മത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പിന്നെ കഫസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കും. പിന്നെ പാപസ്ഥാനം 12 പാപസ്ഥാനമാണ്. പാപകാര്യങ്ങളിൽ ചെന്നുപെടും. ദൈവദോഷം കിട്ടുന്ന കാര്യത്തിലാണ് ഇവരുടെ മനസ്സ് പോകുന്നത്. ദൈവാനുകൂല്യം കിട്ടില്ല. ചെലവിൻ്റെ സ്ഥാനം ഇവർ വിചാരിക്കാത്ത വിധത്തിൽ പല വിധത്തിലുള്ള ചെലവുകൾ ഇവർക്ക് വന്നുകൂടും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ രാഹു ജന്മത്തിലും 12ലും നിൽക്കുന്നത് വളരെ ദോഷാനുഭവങ്ങളാണ് തരുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇതുകൂടാതെ കേതു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 7ലും മീനക്കൂറിൽ 6ലും നിൽക്കുന്നു. അപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് കേതു കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 7ലാണ് വരുന്നത്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതു 7 എന്ന് പറഞ്ഞാൽ അവിടെ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും. 7 ഭാര്യഭർത്തൃ ബന്ധ സ്ഥാനത്ത് ആണ്. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ മനക്ലേശങ്ങൾ ഉണ്ടാക്കും. ഭാര്യഭർത്തൃ കലഹങ്ങൾ ഉണ്ടാവും. സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് ഒരുപാട് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ കേതു മീനക്കൂറുകാർക്ക് 6ൽ ഗുണം ചെയ്യും. മീനക്കൂറുകാർക്ക് കേതു 6ലാണ് വരുന്നത്. 6 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മീനക്കൂറുകാർക്ക് 6ൽ കേതു നിൽക്കുന്നത് ഗുണമാണ്. 6 എന്ന് പറഞ്ഞാൽ അത് ശത്രുവിൻ്റെ സ്ഥാനവും രോഗത്തിൻ്റെ സ്ഥാനവുമാണ്. അപ്പോൾ ശത്രുവിൻ്റെ സ്ഥാനത്ത് 6ൽ കേതു നിന്നാൽ അവിടെ ശത്രുജയമാണ് കാണുന്നത്. ശത്രുക്കളെ ജയിക്കും. ശത്രുക്കളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ശത്രു വഴി നേട്ടങ്ങളുണ്ടാവും. അതുകൂടാതെ 6 രോഗത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അവിടെ 6ൽ കേതു നിന്നാൽ, പാപഗ്രഹം നിന്നാൽ രോഗത്തിൽ നിന്ന് മുക്തിയാണ് കിട്ടുന്നത്. രോഗമുക്തി ഉണ്ടാവും. രോഗശമനങ്ങൾ ഉണ്ടാവും. രോഗത്തിൽ നിന്നും അവർ പൂർണ്ണമായും ഭേദമാകാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യവും ഈ മലയാള പുതുവർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദോഷാനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇവർ ചെയ്യേണ്ടത് ശനീശ്വര പ്രീതി നേടണം. ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ശനീശ്വരന് വഴിപാട് നടത്താനും അതേപോലെ തന്നെ ശനീശ്വരന് എള്ള് നിവേദ്യം, എള്ള് പായസം, ശനീശ്വര പൂജ, അതോടൊപ്പം 7ാം ശനിക്കാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് ദാനധർമ്മങ്ങളാണ്. ദാനധർമ്മങ്ങൾ ശനിക്ക് വഴിപാട് നടത്തുന്നതിനെക്കാട്ടും കൂടുതൽ ശനീശ്വരന് ഇഷ്ടപ്പെട്ടത് കാര്യമാണ് ദാനധർമ്മങ്ങൾ. അപ്പോൾ ദാനധർമ്മങ്ങൾ ആർക്ക് ചെയ്യണം? വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അതേപോലെ തന്നെ മുടന്തന്മാർക്കോ അംഗവൈകല്യമുള്ളവർക്കോ ഒക്കെ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനീശ്വര പ്രീതി കൂടുതലായി കിട്ടുന്നതാണ്. അതുകൂടാതെ ഇവർ നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. നാഗരാജാവിന്, നാഗേക്ഷിയമ്മക്കൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഗണപതി ഭഗവാന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഗണപതി ഭഗവാന്
കർഗമാല ചാർത്തി, വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തി, നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം പ്രീതികരമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വേഴം 4 ആണ് വരുന്നത്. ശനി ജന്മത്തിലും വരുന്നുണ്ട്. അതുകൂടാതെ രാഹു 12, കേതു 6 വരുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 4 വരുന്നത് ഗുണമാണ്. 4 എന്താണ്? അത് കുടുംബസ്ഥാനമാണ്. അതുകൂടാതെ മാതൃസ്ഥാനം കൂടിയാണ്. മാതൃപരമായ ഗുണങ്ങളുണ്ടാവും. കൂടാതെ കുടുംബസുഖമുണ്ടാവും. കുടുംബസുഖം കിട്ടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും. അതുമാത്രമല്ല മാതൃസ്ഥാനത്തും കൂടിയാണ് വേഴം നിൽക്കുന്നത്. അപ്പോൾ സർവേശ്വര ഗ്രഹമാണ് വേഴം. അപ്പോൾ വേഴം 4 നിന്നാൽ കുടുംബത്തിൽ ദൈവാധീനം ഉണ്ടാവും. അമ്മയോട് മാതൃപരമായിട്ടുള്ള കാര്യങ്ങളിൽ അടുപ്പം കൂടാനും മാതൃസ്നേഹം കിട്ടാനും മാതൃജനങ്ങളിൽ നിന്ന് സ്നേഹ ബഹുമാനങ്ങൾ കിട്ടാനും എല്ലാം ഈ വേഴം 4 നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുകൂടാതെ ശനി ജന്മത്തിലാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ച് 7:30 ശനി സമയമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7:30 ശനി സമയമാണ്. അതുകൂടാതെ ജന്മശനിയും കൂടിയാണ് ഇവർക്ക്. മീനൻ രാശിയിലാണല്ലോ ശനി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മശനി കൂടിയാണ്. അപ്പോൾ 7:30 ശനിയിൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കൂടുതലുണ്ടാകാം, അപകടങ്ങൾ ഉണ്ടാകാം, തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് വരാം, താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ ഇടവരും, പിന്നെ ധനനഷ്ടങ്ങൾ ഉണ്ടാവും. എത്ര കയ്യിൽ സൂക്ഷിച്ചു വെച്ച ധനമാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. എത്ര സൂക്ഷിച്ച് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും അവിടെ ധനനേട്ടങ്ങൾക്ക് പകരം ധനനഷ്ടങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ 7:30 ശനിയെ സംബന്ധിച്ച് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7:30 ശനി ദോഷാനുഭവങ്ങളാണ് കൂടുതൽ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനും പോലീസ് സ്റ്റേഷൻ കയറാനും ഒക്കെ അല്ലെങ്കിൽ കോടതി കയറാനും ഒക്കെ അവസരങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ, പ്രവർത്തികൾ, വാക്കുകൾ ഇതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ് ഉരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മലയാള പുതുവർഷത്തിൽ ചെയ്യേണ്ടത്. ഇനി കേതു, ഇവർക്ക് കേതു 6 നിൽക്കുന്നത്. കേതു 6 നിന്നാൽ ഇവർക്ക് ഗുണമാണ്. കാരണം 3, 6, 11 പാപഗ്രഹങ്ങളിൽ നിന്നാൽ ഗുണമാണ്. 6 രോഗത്തിൻ്റെ ഭാഗമാണ്, ശത്രുവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശത്രുക്കളെ ജയിക്കാനും രോഗശാന്തി നേടാനും ശത്രുപീഠകളിൽ നിന്ന് രക്ഷ നേടാനും ശത്രു വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കേതു 6 നിൽക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. എന്നാൽ ഇവർക്ക് രാഹു 12 വരുന്നത്. രാഹു 12 വരുന്നത് ദോഷമാണ്, പാപസ്ഥാനമാണ്. ദുർച്ചെലവുണ്ടാക്കും, പാപസംബന്ധമായ കാര്യങ്ങൾ ചെയ്യും, സന്മാർഗമല്ലാത്ത കാര്യങ്ങൾ ചെയ്യും, വളരെയധികം വരവിൽ കൂടുതൽ ചെലവുണ്ടാവും. അപ്പം മൊത്തം നോക്കുകയാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണവും ദോഷവും കാണുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവിടെ മൊത്തം കാര്യങ്ങൾ കാണുന്നത്. ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് ഇവർ ചെയ്യേണ്ടത് ശാസ്ത്രപ്രീതി നേടണം. അതായത് ശനീശ്വരന് ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതേപോലെ തന്നെ ശനീശ്വരന് എള്ളു നിവേദ്യം, ശനീശ്വര പൂജ, നീരാഞ്ജനം, എള്ളു പായസം ഇതെല്ലാം ചെയ്യാം. അതുകൂടാതെ 7:30 ശനി ദോഷം മാറുന്നതിന് വേണ്ടി ശനീശ്വരന് ഏറ്റവും പ്രീതികരമായി ചെയ്യാവുന്ന, വഴിപാടിനേക്കാൾ ഉപരി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ദാനധർമ്മങ്ങളാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ ആ ദാനധർമ്മങ്ങൾ ചെയ്യണം. അത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ മുടന്തന്മാർക്കോ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവർക്കോ ഒക്കെ ചെയ്താലാണ് ശനീശ്വര പ്രീതി കൂടുതലായി കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനി ദോഷത്തിൽ നിന്നും ഒരു പരിധിവരെ മുക്തി നേടാൻ സാധിക്കും. അതുകൂടാതെ നാഗദൈവങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നാഗരാജാവിനും നാഗേക്ഷിയമ്മയ്ക്കൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങൾ മാറുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്.
നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷത്തിൽ വേഴം 4-ലാണ് വരുന്നത്. 4-ലെ വേഴം ഗുണം ചെയ്യും. അത് കുടുംബത്തിൽ സുഖമുണ്ടാക്കും. 4 എന്ന് പറഞ്ഞ ഗുണമാണ്. സർവേശ്വര ഗ്രഹമാണ് വേഴം. ആ സർവേശ്വര ഗ്രഹമായ വേഴം 4-ൽ നിൽക്കുന്നത് കുടുംബ സംബന്ധമായി സുഖം കിട്ടും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും. കുടുംബ അംഗങ്ങൾ തമ്മിൽ ഐക്യതയുണ്ടാകും. കുടുംബത്തിൽ ഒരു ഈശ്വരാധീനം വന്നു ചേരും. അതുകൂടാതെ 4 മാതൃസ്ഥാനം കൂടിയാണ്. മാതൃസ്ഥാനത്ത് നിന്ന് ഗുണങ്ങളുണ്ടാകും. മാതൃപരമായ കാര്യങ്ങൾ വളരെ നല്ല വിധത്തിൽ മുന്നോട്ട് പോകും. മാതൃജനങ്ങൾക്ക് ഗുണകരമാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കും. മാതൃജനങ്ങളോട് മറ്റ് ബന്ധുക്കളോടുമുള്ള ഐക്യത ഒന്നുകൂടി നല്ല വിധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ വേഴം 4-ൽ നിൽക്കുന്ന സമയം ഇവർക്ക് സാധിക്കും. മറ്റൊന്ന്, ശനി ജന്മത്തിൽ നിൽക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ജന്മത്തിൽ നിൽക്കുന്നത് ശരിയല്ല. അവരെ സംബന്ധിച്ച്, അതുകൂടാതെ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7.5 ശനി സമയവും കൂടിയാണ്. 7.5 ശനി ദോഷം ചെയ്യും. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ, അപകടങ്ങൾ, വാഹന അപകടം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ, പിന്നെ പതനഭയം, മരണഭയം, ഇതെല്ലാം ശനി ജന്മത്തിൽ നിന്നാലും 7.5 ശനിക്കാലത്തും വന്ന് സംഭവിക്കുന്നതാണ്. 7.5 ശനി സമയത്ത് പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് ധനനഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സ്വദേശത്ത് നിന്ന് മാറി താമസിക്കാൻ, അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ അവസരം വരും. ജോലി സംബന്ധമായ തടസ്സങ്ങൾ വരും. ജോലിയിൽ പ്രമോഷൻ കിട്ടണമെങ്കിൽ അത് തടയപ്പെടും. മേലാധികാരികളിൽ നിന്നുള്ള വഴക്ക് കേൾക്കാനിട വരും. തർക്ക സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടും, അല്ലെങ്കിൽ തർക്കത്തിനിടവരുത്തും. പോലീസ് സ്റ്റേഷൻ, കോടതി, ഇതെല്ലാം കയറാൻ ഇടവരും. ഇതെല്ലാം ഒരു പരിധിവരെയും ഈ 7.5 ശനിക്കാലത്ത് വന്ന് സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ദുരിതങ്ങളൊന്നും കൂടുതൽ സംഭവിക്കില്ല. 7.5 ശനി കാലത്ത് ശനിയുടെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. അപ്പോൾ ഈ ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇത് അനുഭവത്തിൽ വരാനായിട്ടാണ് സാധ്യത കൂടുതൽ. ഇതുകൂടാതെ രാഹു 12-ലാണ് വരുന്നത്. 12 എന്ന് പറഞ്ഞാൽ പാപസ്ഥാനമാണ്. പാപസ്ഥാനത്താണ് 12-ൽ രാഹു നിൽക്കുന്നത്. പാപസ്ഥാനം മാത്രമല്ല, ചെലവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ വരവിൽ കൂടുതൽ ചെലവ്, അനാവശ്യമായ ചെലവ്, ദുർച്ചെലവ്, ഇതെല്ലാം വരും. പിന്നെ സ്ഥാനത്താണല്ലോ. അപ്പോൾ അവിടെ സന്മാർഗ പ്രവൃത്തികൾ വളരെ കുറച്ചായിരിക്കുള്ളൂ ഇവരിൽ നിന്നുണ്ടാകുന്നത്. പാപസംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇവർക്ക് കൂടുതൽ മനസ്സ് പറയുന്നത്. അപ്പം അതുകൊണ്ട് പാപദോഷങ്ങൾ ഉണ്ടാകാനും ചെലവ് കൂടാനും മറ്റെല്ലാ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും രാഹു 12-ൽ നിൽക്കുമ്പോൾ അങ്ങനെ വന്ന് സംഭവിക്കാവുന്നതാണ്. അതുകൂടാതെ കേതു 6-ലാണ് വരുന്നത്. 6-ലെ കേതു ഗുണം ചെയ്യും. ശത്രുജയമുണ്ടാക്കും, രോഗശാന്തി ഉണ്ടാക്കും. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുസ്ഥാനവും രോഗത്തിൻ്റെ സ്ഥാനവുമാണ്. 3, 6, 11-ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ അത് കേതുവിനെ സംബന്ധിച്ച് ഗുണം കിട്ടുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ ശത്രുപീഠകളിൽ നിന്നും മുക്തി കിട്ടും. ശത്രുവിനെ ജയിക്കാൻ സാധിക്കും. ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. അതേപോലെ തന്നെ രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനും സാധിക്കും. രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തി കിട്ടാനും, അതേപോലെ തന്നെ മറ്റ് രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ഈ മലയാള പുതുവർഷത്തിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് കേതു 6-ൽ നിന്നാൽ നടക്കാവുന്നതാണ്. എന്നാൽ ഇവർ ഗുണദോഷ സമ്മിശ്രമായാണ് ഇവർക്ക് കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് 2021 പുതുവർഷത്തിൽ മലയാള പുതുവർഷത്തിൽ സംഭവിക്കുന്നത്. ഗുണദോഷ സമ്മിശ്രമായാണ്. അപ്പം അതുകൊണ്ട് ദോഷാനുഭവങ്ങളിൽ നിന്ന് ഇവർ മുക്തി നേടുന്നതിന് വേണ്ടി ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം. ശനീശ്വരന് വഴിപാട് നടത്തണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ ശനീശ്വര പൂജ നടത്തുകയോ, എള്ള് നിവേദ്യം വെക്കുകയോ, എള്ളു പായസം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ 7.5 ശനിക്കാലത്ത് ശനിദോഷം മാറുന്നതിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ആർക്കാണ് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്? അതായത് മുടന്തന്മാർക്കോ അംഗവൈകല്യമുള്ളവർക്കോ വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് ഏറ്റവും പ്രീതികരമാണ്. അപ്പോൾ വഴിപാടിനെ പോലെ തന്നെ അതിൽ കൂടുതൽ ഫലം കിട്ടുന്നതാണ് ദാനധർമ്മങ്ങൾ.
ഈ ദാനധർമ്മങ്ങൾ ചെയ്താലും ഈ ശനിയുടെ ദോഷത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് സാധിക്കുന്നതാണ്. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.